സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഷാജൻ സ്കറിയ വിശദമായിട്ട് ഒരു ഇസ്രയേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അർദ്ധസത്യങ്ങളും അല്പം നുണകളും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ 1948 ഇസ്രയേൽ ഉണ്ടാകുന്നത്. സത്യമാണ്. 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് അങ്ങനെ ഒരു രാജ്യം ഭൂമുഖത്തില്ല. നിങ്ങൾക്ക് 48 മുമ്പുള്ള ലോക വേൾഡ് മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ ഒരു രാജ്യം. എന്തായാലും 48 ശേഷം ഒരു പുതിയ രാജ്യം അങ്ങനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അറബികളെ അവിടെ നിന്ന് ഫലസ്തീനുകളെ തുരത്താനായിട്ടുള്ള ശ്രമം. എന്തായാലും ശരി, UN പ്രമേയം പാസ്സാക്കി. ഇന്ന് വരെ, ഇന്ന് 2025 സെപ്റ്റംബർ മാസം 24, 25 വരെയാണ്. അപ്പോൾ ഇന്ന് വരെ ഒരു UN പ്രമേയം പോലും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വരെ നടത്തിയിട്ടില്ല, ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല അവർ. ഇപ്പൊ യാസർ അറാഫത്ത് ഈ ഫലസ്തീൻ്റെ പ്രസിഡന്റായി, ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇസ്രയേലുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി 2 രാജ്യങ്ങളായിട്ട് നമുക്ക് നിലനിൽക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഏതെല്ലാം സമയത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ തന്നെയാണ് മുൻകൈ എടുത്ത് ഉടമ്പടി ഉണ്ടാക്കുന്നതും ഈ UN അത് അംഗീകരിക്കുന്നതും എല്ലാം. പക്ഷെ ഏത് സമയത്ത് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടോ, സമാധാന ഉടമ്പടി ഉണ്ട്, അതൊക്കെ നിഷ്കരണം തള്ളിക്കളയാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ. കാരണം യഹൂദന്മാരെന്ന് പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ശാപം, അതായത് ദൈവത്തിന്റെ ശാപം ഉള്ള ഒരു വർഗമാണ് ഈ യഹൂദന്മാര്. അവരിപ്പോ താൽക്കാലികമായി പല വിജയങ്ങളും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. സംഗതി ശരിയാണ്. അവർക്ക് ആവശ്യം പോലെ ബുദ്ധിയും വിഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നത് വേദഗ്രന്ഥമാണ്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ എന്ന് പറയുന്ന ഈ 4 ഗ്രന്ഥവും ഉടലെടുത്തത് തന്നെ, ഉണ്ടായത് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലാണ് മനുഷ്യജീവന്റെ തുടക്കം. മനുഷ്യജീവന്റെ അവസാനവും ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ വിധിയാണ്. അല്ല മനുഷ്യൻ വിചാരിക്കുന്ന പോലെ അല്ല ദുനിയാവിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഷാജൻ സ്കറിയ ഒരു ദൈവവിശ്വാസിയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ദൈവവിശ്വാസം എങ്ങനത്തെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ, ആവശ്യത്തിന് ദൈവവിശ്വാസവും അല്ലാത്തപ്പോൾ ദൈവവിശ്വാസി അല്ലാതെ ആവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും ശരി, ദൈവവിശ്വാസിയാണെങ്കിൽ പറഞ്ഞാൽ അത് മനസ്സിലാകും. അതായത് ഈ ലോകത്ത് നടക്കുന്ന എന്തും ദൈവം അറിയാതെ നടക്കില്ല. ദൈവം എന്ന് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു എന്ന് അറബിൽ പറയും. അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു അർത്ഥമൊന്നുമില്ല. അപ്പൊ അള്ളാഹു എന്ന് അറബിൽ പറയുന്നു, മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. കാരണം അവർ അറബിനെ